അമ്മാ ആ എന്തായി? ഇറച്ചി പൊരിക്ക. എവിടെ നല്ല പണിയിലാണല്ലേ? നീ ഇങ്ങോട്ട് വരണ്ടട്ടാ, ഇറച്ചി പൊരിച്ച് തീരുന്നവരെ പിറക്കി പിറക്കി തിന്നാന്. ആ ശരി. എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഇറച്ചി ഉണ്ടാവില്ല. ശരി. പിന്നെന്തിനാ ഇറച്ചൊക്കെ ബിരിയാണി ഉണ്ടാക്കണ? നീ പൊരിക്ക തിന്നുകയാണെങ്കിൽ അത് കണ്ട ഞാൻ പറഞ്ഞിട്ടേ ഉള്ളു. അപ്പോഴത്തേക്ക് ചൂടോടെ എടുത്ത് തിന്നാൻ നോക്കണം. തൊള്ളയും പൊള്ളില്ലേ? ഇന്നത്തെ വീഡിയോ എന്താ പറ? പെരുന്നാൾക്ക് എന്തൊക്കെയാ സ്പെഷ്യൽ? ഇന്നത്തെ വീഡിയോ നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിൻ്റെ മോളും മരുവനും വരുമ്പോഴത്തേക്ക്. അപ്പൊ എന്താ എവിടെ എത്തി കാര്യങ്ങള്? ഞാൻ പള്ളിക്ക് പോകാൻ സമയം കൊണ്ട് അവര് ഉച്ചക്കില്ലേ, ഉച്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോഴത്തേക്ക് റെഡി ആയാൽ മതിയല്ലോ. അപ്പൊ ഇക്കൊന്നുമില്ല. നിനക്കതായിരിക്കണം തിന്നോ. നീ പൊരിച്ച തിന്നുമല്ലോ, പാടി നിന്റെ പള്ളയിൽ പോവും. അപ്പൊ ചോറൊന്നുമില്ലേ? ചോറൊക്കെ ഉണ്ട്. നിനക്ക് ചായയും കടിയും അല്ലെങ്കിൽ ഉമ്മാക്ക് മരുമോനെയും മോളെയാണ് കൂടുതൽ ഇഷ്ടം. നമ്മളൊക്കെ പാവം. എനിക്ക് രണ്ടാളും ഒന്നുപോലെ തന്നെ. പിന്നെ എന്താന്നറിയോ, ചായയും കടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ കഴിച്ചോ. ഉച്ചക്ക് ചോറ് കഴിക്കാം. ബിരിയാണി ഉണ്ടാക്കിയിട്ട് അത് നീ തിന്നൂല്ലല്ലോ. നിനക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ നീ തിന്നൂല്ല. ഉണ്ടാക്കാത്തപ്പോൾ ചോദിക്കും എന്താ തിന്നാനുള്ളത് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ പ്രധാനമായിട്ടുള്ളത്. ഇന്ന് നമ്മളുടെ കുറേ ആൾക്കാരുടെ സംശയങ്ങളുണ്ട്. പിന്നെ കുറേ ഞങ്ങളുടെ ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അതാണ് നമ്മൾ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കുകയാണ് ഉമ്മാനോട്, മറ്റേ എന്താ പറയുക, പല ആൾക്കാർക്കും കുറേ ആൾക്കാർ കമൻ്റൊക്കെ അടിക്കും ഉമ്മയുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഉമ്മയുടെ പേരെന്താണെന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ പേര് നസീമ എന്നാണ്. കുട്ടികൾ വിളിക്കും യൂട്യൂബറേന്ന് വിളിക്കും. ഇപ്പോഴല്ലേ യൂട്യൂബറായത്? ഇപ്പോഴാണ് യൂട്യൂബറായത്. അല്ലെങ്കിൽ ഉമ്മാക്കില്ലേ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്ക് വരില്ലേ? അപ്പം ഉമ്മാക്ക് എന്താ തോന്നുക? എനിക്ക് നല്ല സന്തോഷം തോന്നും എല്ലാവരും അടുത്ത് വരുമ്പോൾ. എനിക്ക് ആരെയും അറിയില്ല, എന്നാൽ എന്നെ എല്ലാവരും അറിയും. എല്ലാവരും വന്ന് താത്ത എന്ന് വിളിക്കുമ്പോൾ ചിലർ ഉമ്മ എന്ന് വിളിക്കും, ചിലർ മോളെന്ന് വിളിക്കും. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവും. പിന്നെ ഉമ്മ ഇതിന് മുന്നേ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യം മെഴുകുതിരി കച്ചവടമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ആദ്യത്തെ ജോലി മെഴുകുതിരി ഉണ്ടാക്കി ബിസിനസ് ചെയ്യുന്നതായിരുന്നു. പള്ളികളിലും ചർച്ചുകളിലും കടകളിലും. അന്ന് ആ കാലത്തൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കറണ്ട് കട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വീട്ടുകളിലും കൊണ്ടുകൊടുത്ത് അവർ വാങ്ങും. എൻ്റെ മെഴുകുതിരിക്ക് വേണ്ടി കാത്തിരിക്കും. അതിൻ്റെ കൂടെ പിന്നെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് അച്ചപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു. പാക്കറ്റാക്കിയിട്ട് അച്ചപ്പം. ഓർമ്മയുണ്ട്, നമ്മളെ നല്ല കട്ടിയുള്ള സാധനമല്ലേ? അച്ചപ്പം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കിയാൽ എനിക്ക് ലാഭം കിട്ടില്ല, അതൊന്നും ഞാൻ നോക്കിയിരുന്നില്ല. അപ്പോൾ ഒരു ബേക്കറി കടക്കാർ ആൾ ചോദിച്ച്, നിൻ്റെ അച്ചപ്പം ഒരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ അച്ചപ്പം അയാളെ അച്ചപ്പം വെക്കുമ്പോൾ എൻ്റെ അച്ചപ്പം താന്നു പോണ്, അച്ചപ്പം പൊന്തി വരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളിനി അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ 1 കിലോ അച്ചപ്പം അരിക്ക് എത്ര, എണ്ണ എത്ര എന്നൊക്കെ നോക്കിയിട്ട് അത് എത്ര അച്ചപ്പം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ലാഭം നോക്കണമെന്ന്. അതിന് ശേഷം നോക്കിയപ്പോൾ ഉണ്ട് മനസ്സിലായത് മാത്രമോ, എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള പൈസ മുഴുവൻ അച്ചപ്പം ഉണ്ടാക്കാൻ. അപ്പം അച്ചപ്പം മെഴുകുതിരിക്ക് പെട്ടെന്ന് മെഴുകിന് വില കൂടിയപ്പോൾ മെഴുകുതിരി നിർത്തി. എന്നിട്ടുണ്ട് മാക്സി കച്ചവടം. മാക്സി ആയിട്ട് പോകുമ്പോൾ എല്ലാവരും മാക്സി വാങ്ങും. ഒരാഴ്ചയിൽ ഓരോരോ റൂട്ട് പോകും. അപ്പോൾ അവർ കാത്തിരിക്കും മാക്സിക്ക് വേണ്ടിയിട്ട്, അത് വാങ്ങും. അതിൻ്റെ കൂടെ അച്ചാറ്. പിന്നല്ലമ്മ, നമ്മൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതാണ് അടുത്ത ചോദ്യം കൂടുതൽ ചോദിക്കുക. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മോനും എൻ്റെ മോളും. പക്ഷെ മോളെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയായി. ഇനി എൻ്റെ മോൻ്റെ കല്യാണം കൂടി കഴിയണം. അവനക്കൊരു കുട്ടി വന്നാൽ അടുത്ത പെരുന്നാളിൻ്റെ മുന്നേ വരികയാണെങ്കിൽ അടുത്ത പെരുന്നാളാകുമ്പോൾ ഒരു മോളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. യൂട്യൂബ് തുടങ്ങിയിട്ട് 2 കൊല്ലായി.
2 കൊല്ലം കഴിഞ്ഞു. നമ്മളില്ലേ അന്ന് ആ ഫസ്റ്റ് വീഡിയോ എടുത്ത ഓർമ്മ ഉണ്ടോ ഉമ്മാക്ക്? നമ്മൾ യൂട്യൂബ് ചെയ്ത് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഞാൻ കച്ചവടം ഇവൻ കമ്പനിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കമ്പനിയിൽ ജോലി രാജിവെച്ചിട്ട് മറ്റേ ഫൈനാൻസ് കമ്പനിയിലും കോഴിക്കടയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി വണ്ടി പഠിക്കണമെന്ന്. അപ്പം ഞാൻ ബൈക്ക് പഠിക്കാൻ പോയതാണ്. സ്കൂട്ടി പഠിക്കാൻ പോയത്. സംഭവം എന്താണെന്നറിയോ, ഞാൻ അമ്മയോട് പറഞ്ഞു സ്കൂട്ടർ ഉമ്മ പഠിക്കണ്ട, അത് വയസ്സായില്ലേ, കാറ് വേണമെങ്കിൽ പഠിച്ചോ. എന്തായാലും കാറ് എടുക്കാൻ പറ്റൊന്നുമില്ല, ഉമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, അപ്പോൾ കാറ് വേണമെങ്കിൽ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിന് വിട്ടു ആദ്യം. പിന്നെ മറ്റേ എന്നോടെന്താ പറയുമ്പോ സുബൈദാത്തൊക്കെ ഇങ്ങനെ സ്കൂട്ടറിൽ പോകണ കാണുമ്പോഴേക്ക് പോവാൻ തോന്നുകടാന്ന് പറഞ്ഞു. ഞാൻ എന്നാലും പറഞ്ഞു വേണ്ട, ആവശ്യമില്ല, അത് വേണോന്ന്. അത് പഠിക്കാൻ പോയത് എന്താണെന്നറിയാ, എൻ്റെ കുട്ടിക്കാലം മുതലേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്ങനെ ആഗ്രഹം വന്നെന്ന് ചോദിച്ചാൽ, ഞാനൊരിക്കൽ എൻ്റെ വീട്ടിൽ കിണറ്റിൽ വെള്ളം മുക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോണ്ട് ഒരു പെണ്ണൊരുത്തീനെ ഒരു ചങ്ങായി സ്കൂട്ടി ഓട്ടി പഠിക്കണത്. അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരാഗ്രഹം, ഒരു 10-13 വയസ്സുണ്ടാവും. അപ്പം അന്ന് മുതൽ ആഗ്രഹം തോന്നിയതാണേ. അപ്പോൾ വണ്ടി പഠിക്കാൻ പോയി, കാലൊടിഞ്ഞു പോകുന്നു. അത് വിറ്റ് ഞാൻ ശനിയാഴ്ച ഒരു ദിവസം ശനിയാഴ്ച അമ്മ മറ്റേ ഞാൻ കമ്പനിയിൽ നിന്ന് വരാം, അപ്പോഴുണ്ട് ഉമ്മ വൈകുന്നേരം പോകണം. ആ മോനെ ഞാൻ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഉണ്ട് വൈകുന്നേരം വിളിക്കണു, ഉമ്മ ഇതിനെ വണ്ടി വീണിട്ട് ഹോസ്പിറ്റലിലാണ്. എന്നിട്ട് എന്താ ഇത്ര പോകുന്ന സ്ക്രൂ കയറ്റി. പിന്നെ കമ്പി ഉണ്ട്, കമ്പി എടുക്കാൻ പറ്റുന്നതാണ്, എടുക്കാൻ പറ്റാത്തത് ഇടാൻ പറ്റില്ല പറഞ്ഞ് കാലിൻ്റെ നെറിയണിയാണ് പൊട്ടിയത്. പിന്നെ എൻ്റെ മോള് ഇവിടെ വന്ന് നിന്ന് എൻ്റെ ബെഡ് ഡ്രസ്സ് തീരുന്നവരെ രണ്ടാളും പാടം നോക്കി. പിന്നെ അവളെ എന്നും നമുക്ക് വീട്ടിൽ കിട്ടില്ലല്ലോ, അവളെ പറഞ്ഞേച്ചി. പിന്നെ ഇക്കൊരാളുടെ സഹായം ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല. അപ്പൊ എനിക്കിങ്ങനെ കച്ചവടത്തേക്ക് പോണ കാര്യങ്ങളാണ് ഇങ്ങനെ മനസ്സിൽ വരുന്നത്. അപ്പൊ പോവാനൊന്നും പറ്റില്ല. അപ്പൊ ഇവനും എല്ലാം ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ നിന്നു. അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചപ്പോ നമുക്കൊരു യൂട്യൂബ് തുടങ്ങിയാലോ, നിക്ക് ആദ്യം ഞാനും മഹേഷും അത്തയും പാടെയാണ് തുടങ്ങാന്ന് വിചാരിച്ചത്. അപ്പൊ അവർക്ക് എന്താ വെച്ചാല് മറ്റേ ഞാൻ കമ്പനിയിൽ നിന്ന് വന്നോണ്ട് എന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ കടയിലൊക്കെ പോകും, പണിക്ക് കടയിലൊക്കെ പോകും. ആ സ്ഥിരമൊന്നും അങ്ങനൊന്നുമില്ല. ഇവരാണെങ്കിൽ ഇലക്ട്രീഷ്യന്മാരാണ്. അപ്പോൾ അവർക്ക് എപ്പോൾ ആണെങ്കിലും അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ സമയം കാത്തു നിൽക്കണം. അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചു ഞാനും മുന്നിൽ വരാം, ഉമ്മ ക്യാമറ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു. ക്യാമറ നോക്കുമ്പോൾ ഉമ്മാക്ക് മറ്റേ എന്താ പറയുക, ഇതിൻ്റെ കൈ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കൂടി. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്തു, ഉമ്മാനെ മുന്നിലേക്ക് ഇട്ടു, ഞാൻ ക്യാമറയുടെ ബാക്കിലേക്കും വന്നു. അങ്ങനെ ഇപ്പോൾ ഉമ്മ യൂട്യൂബറായി, ഞാനാവണമെന്ന് വിചാരിച്ചാട്ടാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങുമ്പോ ഫസ്റ്റില് ഞങ്ങൾ ഉണ്ടാക്കിയത് ആ നൊണ്ടിക്കാലും വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്, നിലത്തിരുന്നിട്ട് ഇടികല്ലിൽ വെച്ചിട്ട്. ഒരു പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങൾ തൊട്ട് കഞ്ഞിക്ക് കൂട്ടണ ചമ്മന്തിയാണത്. അതുണ്ടാക്കി നോക്കുമ്പോൾ ഓരോരുത്തരിങ്ങനെ കാണാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ആൾക്കാരങ്ങനെ, പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കൂടി. പിന്നെ അത് വേറെ കാര്യമുണ്ട്, നമ്മൾ 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ എന്നെ ചീത്ത പറയാൻ തുടങ്ങിയിട്ടോ, ഇതൊന്നും വേണ്ടടാന്ന് പറഞ്ഞിട്ട്. അത് ഓർമ്മ ഉണ്ട് അമ്മക്ക്? അതെന്താ വെച്ചിട്ടാ, നമുക്കിവിടെ വീട്ടിൽ ഭയങ്കര കഷ്ടമാണേ. ഇപ്പൊ പിന്നെ അൽഹംദുലില്ലാ കടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പിടിച്ചു പോകും. ഞങ്ങൾ രണ്ടാളും ഇല്ലേ, അങ്ങനെ പോയാൽ നമ്മുടെ കയ്യിൽ എന്തേലും വേണ്ട. അപ്പൊ ഇവനെ ഞാൻ ഒരുപാട് ചീത്തറയും, നമുക്ക് ഇതൊന്നും വേണ്ടെന്ന്. പിന്നെ ഇവൻ രാത്രിയൊക്കെ കോഴിക്കടയിൽ പണിക്ക് പോവും. പിന്നെ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം പോവും. അങ്ങനെയൊക്കെ എന്നാലും കൂടിയിട്ട് ഒരു തൊഴിൽ സ്ഥിരം അല്ലല്ലോ എന്നുള്ള ഒരു പേടി ഉള്ളിലും ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ വീഡിയോ എടുക്കണ അടുപ്പ് കാണിച്ചു തരാം. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് അടുപ്പ് കാണിച്ചു തരുമോ. അപ്പം ഞാൻ അടുപ്പ് കാണിച്ചു തരാം.
ഇതാണ് ഞങ്ങളെ യൂട്യൂബിലത്തെ അടുപ്പ്. ഇത് എങ്ങനെ ഉണ്ടാക്കിക്കണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ, 4 ഭാഗത്തും 4 കുറ്റി കൊടുത്തിക്കുകയാണ്. ഇതൊരു കുറ്റി, അതൊരു കുറ്റി, പിന്നെ ഇതിൻ്റെ മേലെ ഒരു തകരത്തിൻ്റെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഈ ഷീറ്റ് താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലുകളൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരെ അറ്റം വരെ ഉണ്ട് സപ്പോർട്ട്. അതിൻ്റെ മേലെ ഈ സൈഡുകളിലൊക്കെ ഈ പൊട്ടുകല്ലൊക്കെ വെച്ചിട്ട് മേലെ മൊത്തം ചളിയാണ്. മണ്ണ് ചളിയാക്കിയിട്ട് കോരി പാളി നല്ലതായിട്ട് പതച്ച് വെച്ചിട്ട് ഇത് ഒരു ചെറിയ മണ്ണടുപ്പാണ്. ഈ അടുപ്പ് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ഇത് നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് തേമ്പി നന്നായിട്ട് വെച്ച്, ഇത് നമ്മുടെ പുക അടുപ്പിൻ്റെ റൗണ്ടാണ്. ഈ റൗണ്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് അടുപ്പ് ഷേപ്പാക്കി, ഇത് കണ്ടില്ലേ ഓട്ട, ഈ കാറ്റൊക്കെ പോകാനുള്ള 3 ഓട്ട ഇട്ടിട്ടുണ്ട് 3 ഭാഗത്ത്. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിക്കുമ്പോഴുള്ള വായുവുണ്ടെങ്കിൽ അത് അതിലൂടെ പൊയ്ക്കോളും. അതിനാണ് ഈ ഓട്ട ഇട്ടിക്കണത്. ഇട്ടിട്ട് പിന്നെ ഈ തടസ്സം എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കാറ്റ് വരുമ്പോൾ തീ അങ്ങ് പാളിപ്പോവും. അത് പോവാതിരിക്കാനാണ് ഈ 2 കുറ്റിയും ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ടേബിള്, ഇത് നമ്മൾ ഇതേപോലെ ഈ അടുപ്പിൻ്റെ ചുമരിൻ്റെ സപ്പോർട്ടിൽ ഒരു ഭാഗം, അതേപോലെ തന്നെ 2 ഇരുമ്പിൻ്റെ കാലെടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് നാട്ടിയിട്ട്, ഇതൊരു പഴയ ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ മേലെ സിമൻ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്തതുപോലെ സിമൻ്റ് ഇട്ട് 4 ടൈൽ ഇതിൽ പതിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യമൊന്നും ഇതുണ്ടായിരുന്നില്ല, പതിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് സിമൻ്റൊക്കെ ഇട്ട് ഇതിൽ ഒട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുപ്പിൻ്റെ രഹസ്യം. വേറെ പ്രത്യേകിച്ച് ഇതിൽ ഒന്നുമില്ല. ഈ അടുപ്പ് ഇപ്പം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ചില വീട്ടുകളുണ്ടല്ലോ പുറത്ത് കത്തിക്കണ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ നിലത്ത് ഇരുന്നിട്ടാണ് കത്തിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്നിട്ട് കത്തിക്കുകയും ചെയ്യുക, നല്ല സൂപ്പറായിട്ട്. ഇതിൻ്റെ അടിയിൽ വിറകുകളും കയറ്റി വെക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, മഴ പെയ്താൽ നനയാൻ പാടില്ല. നനഞ്ഞാൽ ഒക്കെ പാളിപ്പോവും. നനയാതെ സൂക്ഷിച്ചാൽ ഇത് വർഷങ്ങളോളം നമുക്ക് അടുപ്പ് മേലെ താഴത്ത് വിറക് അങ്ങനെ വെച്ച് ഒരു തടസ്സമില്ലാതെ എല്ലാവർക്കും ചെയ്യാനുള്ളതിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അയ്യോ, നമുക്കിനി അടിയിലുള്ള ഇറച്ചി ഇങ്ങനെ എടുക്കാം. ചോറ് ഇങ്ങനെ കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ഇറച്ചിയും ചോറും പാടെ മിക്സാക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രം ഇനി എടുക്കുക. ഞങ്ങൾ 2 ആളുകളുള്ളത് മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത് മിക്സ് ആക്കി മേലെ കിടക്കണേ, മേലെ കിടക്കണ ഇതിൽക്കിട്. മതിയോ? 2 ആൾക്കും ഇഷ്ടം പോലെ മതിയാവും. ഇനി ബാക്കി എൻ്റെ മോളും മരുവനും വന്നിട്ടാണ് ബാക്കിയുള്ളത് എടുക്കുക. ഞങ്ങളെ ചെറിയ പെരുന്നാളിൻ്റെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, മോളും മരുവനും വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് പടച്ചോൻ സഹായിച്ച അടുത്ത കൊല്ലം ഒരാൾ കൂടി ഉണ്ടായിക്കോട്ടെ. അമ്മക്ക് കാല് ഭയങ്കര ഇഷ്ടാട്ടോ. കാലാണ് ഇപ്പൊ കടിച്ചു വലിച്ച് തിന്നണം. കുട്ടിയാന്നാ വിചാരം. മതി മതി, ഇത് എനിക്ക് വലിയ ഇഷ്ടാട്ടോ. കുട്ടിയാന്നാ വിചാരം. ഇറച്ചി എല്ലിക്കായ എല്ലുള്ള കഷ്ണങ്ങളാണ് ഇഷ്ടം. ഇനി ചോറ് ചിത്തിക്കളങ്ങി എടുക്കണ്ടേ? ഇനി അടുത്ത കഴിക്കുമ്പോൾ എല്ലുള്ള കഷ്ണം കഴിച്ചോ. കച്ചമ്പറ് മതി. എനിക്ക് അച്ചാറൊന്നും വേണ്ടിയില്ല. അപ്പം ഇങ്ങനെയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ. അപ്പം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അപ്പം എൻ്റെയും സ്നേഹം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.